ഏറ്റവും അപകടകരമായ ഒരു ഭീഷണി വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. റഷ്യയുടെ പരമാധികാരം ചോദ്യം ചെയ്താൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ ലോക സമാധാനത്തുള്ള കടുത്ത ഭീഷണിയായിട്ടാണ് ലോക മനുഷ്യരാശി കാണുന്നത്. യുക്രൈനിലേക്ക് US സൈനികരെ അയച്ചാൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലായി അത് കണക്കാക്കുമെന്നും പുടിൻ വ്യക്തമാക്കി. അങ്ങനെയാണെങ്കിൽ തങ്ങളെ കൊണ്ട് ആണവായുധം കയ്യിലെടുപ്പിക്കും എന്നാണ് പുടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഭീഷണി. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. പലപ്പോഴും പുടിൻ ഇത്തരം ഭീഷണികൾ ഉന്നയിക്കാറുണ്ട്. എന്നാലും ഈ യുക്രൈൻ യുദ്ധം വല്ലാത്തൊരു വഴിത്തിരിവിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം ഒരല്പം അപകടത്തോടെയും ആശങ്കയോടെയും മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. എന്താണ് അമേരിക്കയുടെ ഇക്കാര്യത്തിലെ പ്രതികരണം? ഗുഡ് മോർണിംഗ് എസ് കെ പറഞ്ഞ പോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നല്ല കലിപ്പിലാണ്. റഷ്യൻ ഭരണകൂടത്തിന്റെ പരമാധികാരത്തെയോ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെയോ ചോദ്യം ചെയ്താൽ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ല എന്നാണ് പുടിന്റെ പുതിയ ഭീഷണി. എന്നാൽ ഇതുവരെയും റഷ്യക്ക് അത്തരമൊരു ആവശ്യം ഉണ്ടായിട്ടില്ലെന്നും പുടിൻ പറയുന്നുണ്ട്. മാർച്ച് 15-ന് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്റ്റേറ്റ് മീഡിയകളോടാണ് പുടിൻ ഈ യുക്രൈൻ യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള തന്റെ മനസ്സ് തുറക്കുന്നത്. സൈനികവും അല്ലെങ്കിൽ സാങ്കേതികവുമായ ഒരു കാഴ്ചപ്പാടിൽ റഷ്യ ആണവായുധത്തിന് തയ്യാറാണ്. യുക്രൈനിലേക്ക് അമേരിക്ക സൈനികരെ അയച്ചാൽ അതൊരു കടന്നുകയറ്റമായിട്ടായിരിക്കും റഷ്യ കണക്കാക്കുക എന്നാണ് പുടിൻ പറയുന്നത്. അതേസമയം US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണക്കുകൂട്ടലിൽ അമേരിക്കയുമായും അല്ലെങ്കിൽ ഏതെങ്കിലും നേറ്റോ രാജ്യങ്ങളുമായി ഭാവിയിൽ ഒരു നേർക്കുനേർ പോരാട്ടം ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കയ്യിൽ വിവിധ തരം ആണവായുധങ്ങൾ വേണമെന്നൊക്കെയാണ് പുടിൻ കരുതുന്നതാണ് ഈ ഏജൻസികൾ കരുതുന്നത്. യുക്രൈൻ ഉൾപ്പെടെ യുദ്ധഭൂമിയിൽ പുടിൻ കണക്കുകൂട്ടിയ വേഗതയിൽ വിജയിക്കുവാൻ സാധിച്ചില്ല. ഒരുപക്ഷെ പുടിൻ ഈ ആണവായുധം ഉപയോഗിച്ചേക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഇത്തരം ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്കുണ്ട്. വീണ്ടും ഒരു 6 വർഷത്തേക്ക് പ്രസിഡന്റ് ആകുവാൻ തയ്യാറെടുക്കുന്ന പുടിൻ ഈ ആണവശക്തിയുടെ കാര്യത്തിൽ അമേരിക്കയെക്കാൾ ഏറെ മുന്നിലാണ് റഷ്യ എന്നൊരു വിശ്വാസവും വെച്ചു പുലർത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കും എന്ന രീതിയിലുള്ള ഭീഷണി ഉയർത്തിയിരിക്കുന്നു. ലോകം ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത് ഈ അന്ത്യശാസനവും ഭീഷണിയൊക്കെ തന്നെയായിരിക്കും.